സന്മനസ് ജോർജ് ചേട്ടനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ചെയ്യുമ്പോൾ അദ്ദേഹത്തെ അടുത്തറിയുന്ന ഒരു വ്യക്തിയാണ് എന്നോടൊപ്പം ജോസുകുട്ടി നിരപ്പേൽ. നമുക്കറിയാം, അദ്ദേഹത്തിന് ഒരു താങ്ങും കരുത്തുമായി നിന്ന കരുത്തും താങ്ങുമായി നിന്ന ജോസുകുട്ടി നിരപ്പേലാണ് ഈ ഡോക്യുമെന്ററിയിൽ എന്നോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. സാർ, എങ്ങനെയാണ് സന്മനസ് ജോർജ് ചേട്ടന്റെ ഓർമ്മകൾ നെയ്തെടുക്കുന്നത്? സന്മനസ് ചേട്ടനായിട്ട് ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകുന്ന അനുഭവങ്ങളാണ് എനിക്കുള്ളത്. കാരണം മനുഷ്യരുടെ ഓരോ ആവശ്യങ്ങളിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് അദ്ദേഹം പെരുമാറുന്ന പെരുമാറ്റം, ആവശ്യ സമയങ്ങളിൽ ഓടിയെത്തി സഹായിക്കുന്ന രീതി, ശരിക്കും ജോർജ് ചേട്ടനെ കൂടുതലായിട്ട് എന്നിലേക്ക് ആകർഷിച്ച കാര്യം അതാണ്. ജോർജ് ചേട്ടനോട് കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ആ സമയത്ത്. കാരണം അതുപോലെ ആ മനുഷ്യൻ പ്രവർത്തിക്കാൻ ഞാൻ കണ്ടറിഞ്ഞവനാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചേർന്ന് നടന്ന് അത് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ജോർജ് ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ നല്ല പെരുമാറ്റം കൊണ്ട്, ഒരു നല്ല സമരക്കാരൻ എങ്ങനെ പെരുമാറണം എന്ന രീതി അദ്ദേഹം പെരുമാറുന്നത് കൊണ്ട് അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കണം ഞാൻ ആഗ്രഹിച്ചു. അതാണ് പുള്ളിയെ കൂടുതൽ എനിക്ക് ആകർഷണമാക്കിയ കാര്യം. എത്ര വർഷമായിട്ട് ഈ ജോർജ് ചേട്ടനുമായിട്ടുള്ള പ്രവർത്തനത്തിൽ പങ്കാളിയായി എന്ന് പറയാൻ സാധിക്കുമോ? ജോർജ് ചേട്ടന് യഥാർത്ഥത്തിൽ ഈ ഒരു രീതിയിലോട്ട് കടന്നു വരുന്നത്, അതായത് കാർ ഡ്രൈവിംഗ് എന്നുള്ള രീതി ഒഴിവാക്കി അതിലോട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ പുള്ളി ഇതുപോലെ നല്ല പ്രവർത്തനങ്ങളിലോട്ട് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഹോസ്പിറ്റലിലൊക്കെ വരികയും ആവശ്യമായിരിക്കും രോഗികൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ആദ്യം അദ്ദേഹം തുടങ്ങുന്നത്. ആ സമയത്ത് പുള്ളിക്ക് പൈസയൊന്നും കാര്യമായിട്ടില്ല. എൻ്റെ അടുത്ത് വന്ന് പറയും, മരുന്ന് കൊടുക്കണം, ഞാൻ ഉണ്ടാകുന്നത് പോലെ കൊണ്ടുവന്ന് തരാമെന്ന് പറയും. അപ്പോൾ ഞാൻ സന്തോഷമായത് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം എന്നെയൊക്കെ പരിചയമുള്ള ആളുകൾ ഓരോ കൂട്ടായ്മയിൽ, വർഷങ്ങൾ മുമ്പ് ഓരോ കൂട്ടായ്മയിലൊക്കെ വരുമ്പോൾ, അവരുടെയൊക്കെ ആവശ്യം വരുമ്പോൾ ഞാൻ തന്നെ ജോർജ് ചേട്ടന് പറയാറുണ്ട്, ജോസുകുട്ടി ചേട്ടൻ്റെ സഹായം, അതെ, അതിനൊക്കെ സഹായിച്ച ആളാണല്ലോ. പക്ഷേ നമുക്കറിയാം, ഇങ്ങനെ ചാരിറ്റി നടത്തുന്ന ആളുകൾ ധാരാളമുണ്ട് നമ്മുടെ ഇടയിൽ. പക്ഷേ നമുക്ക് പ്രത്യേകിച്ച് അവരെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്. അപ്പം സാറിന്റെ രീതിയല്ല, എനിക്ക് എൻ്റെ രീതിയല്ല, മറ്റുള്ളവർക്ക്. അപ്പോൾ ഈ ജോർജ് ചേട്ടനിലെ ഒരു ആകർഷിക്കുന്ന വ്യക്തിത്വം എല്ലാവർക്കും ഉണ്ടായി. അതിപ്പം നമുക്ക് പറയാം, സഭയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ജനമൈത്രി പോലീസിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, പിന്നെ നല്ലവരായ സാറിനെ പോലെയുള്ള നല്ലവരായ സുമനസ്സുള്ള ആളുകളുടെ സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു, അല്ലെ? അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ടാണല്ലോ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയത്. ഞാൻ ചോദ്യത്തിലേക്കാണ് വരുന്നത്. ഈ വ്യക്തിയെ ഞാൻ പറഞ്ഞത് ഇതാണ്, ചാരിറ്റി നടത്തുന്ന ധാരാളം ആളുകൾ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു ആകർഷിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഘടകം, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു നല്ല ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ, അല്ലെ? എന്ത് ഘടകമാണ് ജോർജ് ചേട്ടനെ ആകർഷിക്കാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ കാരണം? ഒന്നാമത് ജോർജ് ചേട്ടൻ ഭയങ്കര സിമ്പിളാണ്. ആരുടെ അടുത്തും ഭയങ്കരമായിട്ട് അപ്രോച്ചബിൾ ആണ് പുള്ളി. വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ വരാനും പറയാനും അവതരിപ്പിക്കാനും അതിന് നീഡ് എന്താണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരെ കൊണ്ട് സഹായിപ്പിക്കാനുള്ളൊരു മെന്റാലിറ്റി പുള്ളിക്കുണ്ട്. അത് മറ്റുള്ളവർ പറയുന്ന പോലെയല്ല. പുള്ളി വന്ന ആ നീഡ് എന്താണെന്ന് പറയും. അത് മറ്റുള്ളവരെ അറിയിക്കാനൊന്നുമല്ല പുള്ളി ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന സഹായം എന്താണോ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്താണോ അത് പുള്ളിയോട് പറഞ്ഞാൽ പുള്ളി വളരെ പേഴ്സണലായിട്ട് അവർക്ക് വേണ്ടി ചെയ്യും. ഒരു പബ്ലിസിറ്റി അല്ല. അതൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇപ്പൊ ഞാൻ സാറിനെ കാണുന്നതിന് മുമ്പ്, ഞങ്ങൾ തൊട്ട് മുമ്പാണ് എന്റെ ക്യാമറമാൻ സൂരജിനോടൊപ്പം ഞങ്ങൾ ജോർജ് ചേട്ടന്റെ ഭവനത്തിൽ പോവുകയും ജോർജ് ചേട്ടന്റെ ഭാര്യയുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തത്. അപ്പം അവര് ഹൈലൈറ്റ് ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. അതാണ് ഞാൻ സാറുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത്, രാവിലെ ദിവ്യബലി കഴിഞ്ഞ് ജോർജ് ചേട്ടൻ ഇങ്ങനെ ഇറങ്ങുകയാണ്. പുള്ളിയുടെ വണ്ടി ചിലപ്പോൾ പെട്രോൾ കാണുകയില്ല, ആരുടെയും സഹായത്തോടെ ആയിരിക്കും. അതിലുപരി സ്വന്തം വീട്ടിലെ കാര്യങ്ങൾക്കപ്പുറത്തുമായിട്ട് അത് മാറ്റി നിർത്തിക്കൊണ്ട് ആ കാര്യങ്ങൾ അവിടെ ഇരിക്കട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടി അദ്ദേഹം ഓടുകയാണ്. കാരണം സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അതുപോലും ത്യജിച്ചുകൊണ്ടാണ് ജോർജ് ചേട്ടൻ ഇങ്ങനെ ഒരു നല്ല പ്രവർത്തനത്തിൽ പങ്കാളിയായത്. ശരിയല്ലേ? തീർച്ചയായിട്ടും. ജോർജ് ചേട്ടൻ ഈ പറഞ്ഞ കാര്യം വന്നപ്പോഴാണ് ഞാനൊരു കാര്യം ഓർമ്മ വന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോർജ് ചേട്ടൻ്റെ വണ്ടി പലപ്പോഴും ഈ പെട്രോൾ ഇല്ലാതെ വഴി കിടക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് പറയാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ സ്റ്റാഫിൻ്റെ പെട്രോൾ കൊടുത്തുവിട്ട പല അവസരങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ആഗ്രഹിക്കുമ്പോൾ ഓർക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. കാരണം നമുക്കും അതിനകത്തൊരു പാട്ടാകാൻ സാധിച്ചു. പിന്നെ ഞാൻ മോറോവർ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജോർജ് ചേട്ടനും ഞാനും കൂടെ കൂടി ഒരു 1000 ഡയാലിസിസ് കിറ്റിലും വലിയ പൊതുജനത്തെ അതൊന്നും അറിയിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൽ വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം അതിനകത്തുണ്ട്. പ്രിൻസയ്ക്ക് അറിയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കാതെ, ഇപ്പം അത് പബ്ലിസിറ്റി കൊടുക്കാനല്ല. ഓക്കെ, എൻ്റെ രണ്ടാമത്തെ മോളുടെ മാരേജിന്റെ സമയത്ത്, ഒത്തുകല്യാണ സമയത്ത് വലിയ പിതാവ് വന്നിട്ട് ഞങ്ങൾ കത്തീഡ്രൽ വെച്ചിട്ട് ഞങ്ങൾ ഡയാലിസിസ് കിറ്റ് കൊടുത്തു. അത് ജോർജ് ചേട്ടൻ്റെ ആശയമാണ്. ഞങ്ങളുടെ കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിട്ട് നിൽക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതുപോലെ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ ദൈവം അനുവദിച്ചതുകൊണ്ടാണ്. അതിന് ജോർജ് ചേട്ടൻ അത് വലിയൊരു പാത്രമാണ്, അതിനകത്ത് വലിയൊരു കഥാപാത്രമാണ്. കാരണം അതുപോലെ കാര്യങ്ങൾ ഓരോന്ന് പറയാനും ഇങ്ങനെ പറഞ്ഞു തന്ന് നമ്മളെ കൊണ്ട് ചെയ്യിക്കാനുള്ളൊരു നല്ല മനസ്സുള്ളിക്കുണ്ട്. അതുകൊണ്ട് ഈ ജോർജ് ചേട്ടൻ്റെ ഈ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, മരുന്ന് കൊടുക്കുന്ന കാര്യങ്ങൾ, വീൽ ചെയർ കൊടുക്കുന്ന കാര്യങ്ങൾ, ഡയാലിസിസ് കിറ്റ് കൊടുക്കുന്ന കാര്യങ്ങൾ, ഇതിനകത്തൊക്കെ എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പം
കൊറോണ കോവിഡ് കാലത്ത് ഉവ്വ. നമുക്കറിയാം സാറൊക്കെ ചേർന്നതാണ്. ഇതിനോടൊപ്പം കുറെ പ്രവർത്തകരുണ്ട്. നമുക്ക് പൈകയിൽ നിന്ന് വരുന്ന രതീഷുണ്ട്, വേറെ സൂരജ് ചേട്ടനുണ്ട്, മറ്റേ AT ഷാജി സാറുണ്ട്, ഇപ്പൊ DYSP ഓഫീസിൽ ചാർജുള്ള ബിനോയ് സാറുണ്ട്. അങ്ങനെ കുറെ നല്ലവരായ ആളുകൾ, എല്ലാവരുടെയും പേര് എനിക്ക് എടുത്തു പറയാൻ അനേകം ആൾക്കാർ നമ്മൾ ഓർക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, കൊറോണ കോവിഡ് കാലത്ത് ഒരു തുള്ളി പച്ചവെള്ളം പോലും കിട്ടാത്ത അവസരത്തിൽ അങ്ങ് ജോർജ് ചേട്ടൻ ആ വണ്ടിയിൽ തന്നെ ഭക്ഷണപ്പൊതികളൊക്കെ തയ്യാറാക്കി ഭരണങ്ങാനത്ത് നിന്ന് തുടങ്ങുന്ന ആ യാത്ര, അവിടെ തൊട്ട് ഭക്ഷണം കൊടുത്ത്, കുരിശുള്ളിക്കവരയിൽ ഭക്ഷണം കൊടുത്ത്, ഗവൺമെന്റ് ആശുപത്രിയിലും ഭക്ഷണം കൊടുത്ത്, കടപ്പാട്ടൂർ ഇരിക്കുന്നവർക്കും ഭക്ഷണം കൊടുത്ത്, അങ്ങനെ 150, 200ഓളം ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്ത് ആ കോവിഡ് സമയത്ത് എല്ലാ ദിവസങ്ങളിലും, അത് ഓർക്കണം, എല്ലാ ദിവസങ്ങളിലും അതൊക്കെ ഏകീകരിക്കാനും ക്രോഡീകരിക്കാനും ഒക്കെ ഉള്ള ആയാതകത്തിന്റെ കഴിവ് അത് എടുത്തു പറയേണ്ടതല്ലേ? തീർച്ചയായിട്ടും എനിക്കൊരു അനുഭവം കൂടെ പറയാനുണ്ട് ഈ കാര്യമായിട്ട് ബന്ധപ്പെടുത്തി. കുരിശുപള്ളി കവലയിൽ എൻ്റെ ഒരു കട തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഒരു ഫ്രിഡ്ജ് വെച്ചിരുന്നു. ആ ഫ്രിഡ്ജിനകത്ത് സൗജന്യ ഭക്ഷണ വിതരണമാണ്. വിശക്കുന്ന ആർക്കും എടുത്ത് കഴിക്കാം. ഫ്രണ്ട്സ് ഇത് കണ്ടിട്ടുണ്ട്. അനേകം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, അങ്ങനെ പാലയിൽ അങ്ങനെ ഒരു സംവിധാനമില്ലായിരുന്നു. ഫ്രിഡ്ജ് വെച്ചിട്ട് ആ ഫ്രിഡ്ജിനകത്ത് ആർക്കും ഭക്ഷണം കൊണ്ടുവന്ന് വെക്കാം, ആർക്കും ദാഹിക്കുന്നവർക്ക് വിശക്കുന്നവർക്ക് ഭക്ഷണം എടുക്കാം, കുടിക്കാനുള്ള വെള്ളമുണ്ട്, എല്ലാ സംവിധാനത്തും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ അത് പ്രൊമോട്ട് ചെയ്ത ജോർജ് ചേട്ടനാണ്. ഭക്ഷണം കൊണ്ടുവന്ന് വെക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. വരാത്ത ഭക്ഷണം ഞങ്ങൾ വാങ്ങിച്ചു വെക്കും, ഇല്ലാത്ത ഭക്ഷണം ആൾക്കാർ കൊണ്ടുവന്ന് തരും. അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു പാലയെ സംബന്ധിച്ച്. ഒരിക്കലും ഇങ്ങനൊരു നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, കാരണം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അതിലേക്ക് ഞാൻ വരികയാണ്. നമുക്കൊരു കാര്യം, ഇങ്ങനെയൊരു ആശയം നല്ലതാണ്. കാരണം എന്നെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തു. ഞാൻ ഇങ്ങനെ ഒരു ആശയം മലപ്പുറമ്പിലച്ഛൻ്റെ അടുത്താണ് അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ സിസ്റ്റർ ഡോക്ടർ ജോവാൻ ചുങ്കപ്പുര, ട്രാഡയുടെ ഡയറക്ടറാണ്. ഞാനാണ് ജോവാൻ സിസ്റ്ററിനെ ജോർജ് ചേട്ടനെ നേരത്തെ അറിയാം. എങ്കിൽ പോലും അവിടെ ജോർജ് ചേട്ടൻ ക്ലാസ് എടുക്കുവാനായിട്ട് ഞാനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തത്. അവിടെ ഡി അഡിക്ഷൻ സെന്റർ ആണ് ട്രാഡ എന്ന് പറയുന്നത്. അവിടെ ജോർജ് ചേട്ടൻ എല്ലാ മാസവും, ഞാനും ജോർജ് ചേട്ടനും കൂടെ പോയാണ് ക്ലാസ് എടുത്തത്. ഞാനും ക്ലാസ് എടുത്തു, ജോർജ് ചേട്ടനും ക്ലാസ് എടുത്ത്. ആൾക്കാരറിയുന്നില്ല, എനിക്കിപ്പം സാർ പറഞ്ഞ പോലെ പബ്ലിസിറ്റിയുടെ ഞാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഞാനും കൂടി. അപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും പോയി ക്ലാസ് എടുക്കുമായിരുന്നു. അവിടുന്ന് ഊണും കഴിഞ്ഞ് നല്ല സന്തോഷത്തോടെ അവിടുന്ന് പിരിയുമായിരുന്നു. അതൊക്കെ ആ നല്ല കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായി. അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഡോക്യുമെന്ററിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, സിസ്റ്റർ ഡോക്ടർ ജോവാൻ ചുങ്കപ്പുരയും മാത്യു മലപ്പുറമ്പിലച്ഛനൊക്കെ സപ്പോർട്ട് ചെയ്ത് ഞാൻ എൻ്റെ ആശയം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നല്ലൊരു കാര്യമാണ് ഇങ്ങനെയൊരു ഡോക്യുമെന്ററി ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം ഉണ്ടായത്. അതോടൊപ്പം തന്നെ സന്തോഷ വാർത്ത കൂടിയാണ്, ട്രാഡയുടെ സുവർണ ജൂബിലി CMS കോളേജിൽ നടക്കുമ്പോൾ ജോർജ് ചേട്ടനെ ആദരിക്കണമെന്നായിരുന്നു സിസ്റ്റർ വിചാരിച്ചത്. മൊമന്റോയും ഇത് പൊന്നോടെയൊക്കെ അണിയിച്ച്. പക്ഷേ അകാലത്തിൽ നമ്മെ വിട്ടുപോയി. എങ്കിലും ജോർജ് ചേട്ടൻ്റെ ഭാര്യയെ ആദരിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു സന്തോഷ വാർത്ത കൂടിയാണ്. ഒരു കാര്യം കൂടെ ചോദിച്ചാൽ നമുക്ക് സംസാരിക്കാം. ഞങ്ങൾ ഈ ഡോക്യുമെന്ററി എടുക്കുന്നതിന് മുമ്പ് ജോർജ് ചേട്ടൻ്റെ ഓഫീസിൽ പോയപ്പോൾ അവിടെ ഒത്തിരിയേറെ ഷീൽഡുകളും അവാർഡ് കിട്ടിയതൊക്കെ ആയ ഒത്തിരി മൊമെന്റോസ് ഒക്കെ ഇരിക്കുന്ന കണ്ടു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു സാറും ഒരു അവാർഡ് കിട്ടി ജോർജ് ചേട്ടനോട് ഒപ്പം ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടല്ലേ? തീർച്ചയായിട്ടും ഞാനത് ഓർക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു മൂമെന്റ് ഉണ്ട് കേട്ടോ. കാരണം ശരീരനായ ശ്രീ ഉമ്മൻചാണ്ടി സാറ് പാലായി വരുന്ന സമയത്ത് ജോർജ് ചേട്ടൻ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുകയാണ്. അന്ന് ഉമ്മൻചാണ്ടി സാർ വന്നു, ജോർജ് ചേട്ടനെ വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അന്ന് ഞങ്ങൾ ഒരു 100 ഡയാലിസിസ് കിറ്റ് കൊടുത്തു, ആ മീറ്റിംഗ് വെച്ച് കൊടുത്തു, പാവപ്പെട്ടവർക്ക് വസ്ത്രം കൊടുത്തു. അതൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു എന്നെ സംബന്ധിച്ചും. ആ മീറ്റിങ്ങിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ പ്രവർത്തനങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ജോർജ് ചേട്ടന് ആ സെൻമെൻസ് കൂട്ടായ്മ എനിക്കും ഒരു ഷീൽഡും ഒരു മെമ്മന്റോയും തന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ വലിയ സ്വർണം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം അത്, അങ്ങനെ ഒരു മെഡൽ എൻ്റെ ജീവിതത്തിൽ കിട്ടുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ.